കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയോടാണോ സംസാരിക്കുന്നത്? ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല, അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ എന്ന് ഞാൻ. ജനങ്ങൾ വെറുത്തിട്ട് എനിക്ക് എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്താ പ്രയോജനം? ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, സഹപ്രവർത്തകരെന്നെ കരുതുന്നെങ്കിൽ എനിക്ക് ഒരു പോസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര്? കാത്തിരിപ്പിന് വിരാമം. നാളെ അറിയാം നമുക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന്. അപ്പം ഇപ്പോൾ അറിയാൻ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വി.ഡി. സതീശൻ്റെ പേരാണ് അവസാനമായി ജനവികാരം മനസ്സിലാക്കി ഹൈക്കമാൻഡ് സെലക്ട് ചെയ്തത്. അപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിച്ച് മനസ്സിൽ കുറിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. വീഡിയോ ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പം നമുക്കറിയാം ജനവികാരം മാനിച്ച് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പം കിട്ടുന്ന അറിവുകൾ. ഞാനൊരു വീഡിയോ ഇവിടെ വെച്ച് തരാം. വി.ഡി. സതീശൻ്റെ വീട്ടിൽ നിന്നും സച്ചിൻ പൈലറ്റ് വി.ഡി. സതീശനെ വിളിച്ചിട്ടു ഈ പറയുന്ന അഭിനന്ദനങ്ങൾ അറിയിക്കുന്നൊരു വീഡിയോ ആണ്. കാരണം വീഡിയോയുടെ ഫേസ് കാണുമ്പോൾ നമുക്കറിയാം വി.ഡി. സതീശൻ്റെ ആ ഒരു സന്തോഷം, അർഹിച്ച സ്ഥാനം കിട്ടിയതിൻ്റെ ഒരു സന്തോഷം. 5 കൊല്ലം പണിയെടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് UDFന് 102 സീറ്റ് നേടിക്കൊടുത്ത ആ ഒരു അംഗീകാരത്തിന് കിട്ടിയ അർഹതപ്പെട്ട ആ ഒരു സമ്മാനം ആ ഒരു ഫേസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. അപ്പം നാളെ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടായിരിക്കും. അപ്പം കാത്തിരിപ്പിന് വിരാമമായിരിക്കുവാണ്. വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള 13ാമത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം നാളെ നമ്മൾ അറിയാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഞാനിവിടെ എന്തായാലും ഹൈക്കമാൻഡിൻ്റെ ആ ഒരു പ്രഖ്യാപനം നാളെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു, അവസാന ഘട്ടത്തിലെ മീറ്റിങ്ങും കഴിഞ്ഞു, ചർച്ച കഴിഞ്ഞു. നാളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ആ ഒരു ന്യൂസ് ഞാനിവിടെ വെച്ച് തരാം. അതിനുശേഷം വി.ഡി. സതീശൻ്റെ ഞാൻ പറഞ്ഞല്ലോ സച്ചിൻ പൈലറ്റ് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന വി.ഡി. സതീശൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ഞാൻ വെച്ച് തരാം. ആ ഫേസിൽ തന്നെ ഉണ്ട്, വി.ഡി. സതീശൻ്റെ ഫേസിൽ തന്നെ ഉണ്ട് ആ ഒരു സന്തോഷം. ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയേക്കുന്ന KCക്കാണ്. വേറൊന്നുമല്ല, അയാൾ ഈ ഒരു പോസ്റ്റ് ഈ വി.ഡി. സതീശന് മുഖ്യമന്ത്രി കസേര എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നെങ്കിൽ അത് തീർന്നില്ല. പക്ഷേ ഇതിപ്പം ജനങ്ങൾ പിടിച്ചു മേടിച്ച് KCയുടെ കയ്യിൽ നിന്നും വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വലിച്ച് പിടിച്ച് കൊടുക്കേണ്ട വന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ KCയുടെ KC അത് അറിഞ്ഞുകൊണ്ട് കൊടുക്കുമായിരുന്നെങ്കിൽ വീണ്ടും പഴയതുപോലെ ജനങ്ങൾ KCയെ ഇഷ്ടപ്പെട്ടേനെ. പക്ഷേ ഇനി എന്താവുന്നതും പഴയതുപോലെ KC ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അവസാനം ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണ്. കാരണം അവർക്കറിയാം ഇപ്പം KC ഈ പറയുന്ന VDക്ക് കിട്ടുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിൽ VDക്ക് കൊടുത്തില്ലെങ്കിൽ KCക്ക് പിന്തുണ ഇല്ലാതെ KCക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് തന്നെ UDF തൂത്തുവാരി കളയുമെന്ന് ജനങ്ങൾ തൂത്തുവാരി കളയുമെന്ന് ഹൈക്കമാൻഡിന് നല്ല ബോധ്യം വന്നുകൊണ്ട് മാത്രമാണ് ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി എന്താ അല്ലേ. അതാണ് ജനങ്ങളെ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഹൈക്കമാൻഡിന് മേലാണ് ജനങ്ങളെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു വാർത്ത വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകെ. The High Command of the Congress has completed all discussions, and the decision on who the next Chief Minister of Kerala will be announced tomorrow. തീരുമാനം നാളെ പ്രഖ്യാപിക്കും. ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. Where in Delhi or in Kerala? Tomorrow the decision on the next Chief Minister of Kerala will be announced. Where in Delhi or Kerala? ഡൽഹിയിലാണോ കേരളത്തിലാണോ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നതുപോലും വ്യക്തത നൽകുന്നില്ല. പക്ഷേ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അതിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ അങ്ങനെ നാളെ അറിയാൻ കഴിയും. അവസാനത്തെ തീരുമാനവും കഴിഞ്ഞു ഹൈക്കമാൻഡിൻ്റെ. നാളെ ഡിസിഷൻ അറിയാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും നാളെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി
എന്ന് പറയുന്ന ആ ഒരു എഴുതി കാണിക്കുന്ന വാർത്തകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കാതോർത്തിരിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു നേതാവാണ് വി ഡി സതീശൻ അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സച്ചിൻ പൈലറ്റ് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. വി ഡി സതീശനോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾക്കെല്ലാം ഈ കാര്യം അറിയാം. പക്ഷേ പുറത്തോട്ട് ലീക്കായില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ വെച്ച് തരാം. കാരണം വി ഡി സതീശൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം ഹൈക്കമാൻഡുമായിട്ട് നടന്ന മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വന്ന വിഡിയുടെയും KCയുടെയൊക്കെ ഫേസ് നമ്മൾ കണ്ടതാണ്. കാരണം ആ സമയത്തും തീരുമാനമായിട്ടില്ല. പക്ഷേ അവരവിടെ എല്ലാവരും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ വി ഡി സതീശൻ 25-20 മിനിറ്റോളം നല്ല രീതിയിൽ ഫയർ ചെയ്തു. കാരണം കഴിഞ്ഞ 5 വർഷം ഈ ഒരു UDF വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം നിരത്തി, ഒറ്റയ്ക്ക് പൊരുതിയ കാര്യങ്ങളെല്ലാം നിരത്തിയാണ് ഫയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ KCക്കെതിരെയും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ സച്ചിൻ പൈലറ്റ് വിളിച്ചിട്ട് അഭിനന്ദിക്കുന്ന വീഡിയോ ഒന്ന് വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതൊന്ന് വാട്സാപ്പ് ചെയ്തോണ്ടാ. ആയിക്കോട്ടെ, ഞാൻ സന്തോഷത്തിൽ വി ഡി സതീശൻ്റെ വീട്ടിൽ പ്രവർത്തകരൊരു ബഹളം തന്നെയാണ്. പ്രവർത്തകരെയും അതുപോലെ മാധ്യമ പ്രവർത്തകരെയൊക്കെ ഒരു ബഹളം തന്നെയാണ്. കാരണം വി ഡിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന ആ സമയം അവിടെ ഒരു ആഘോഷമാക്കാനൊക്കെ ഉണ്ട്. കണ്ടല്ലോ, ആ ഫേസിൽ തന്നെ ഉണ്ട്, വി ഡിയുടെ ഫേസിൽ തന്നെ ഉണ്ട് എല്ലാം. ആ ചിരി കണ്ടാൽ മനസ്സിലാവും. ഇനി ഞാനിവിടെ എൽദോസ് കുന്നംപള്ളിയുടെ ഒരു വീഡിയോ വെച്ച് തരാം. കാരണം ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചൊരു എൽദോസ് കുന്നപ്പള്ളിയാണ് കണ്ടത്. അതുപോലെ ഇന്നും എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി പറയാൻ നോക്കിയപ്പോൾ അതൊക്കെയാണ് കറക്റ്റ് കാര്യങ്ങളാണ്. ജനവികാരം എന്താണോ അത് മനസ്സിലാക്കി വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ, അല്ലേ? അല്ലെങ്കിൽ ജനങ്ങൾ അതിന് തിരിച്ചടി കൊടുത്തിരിക്കും. നിങ്ങൾ എൽദോസ് കുന്നപ്പള്ളി പറയുന്നത് കേട്ടോക്ക്. കേരളത്തിൽ ജനങ്ങൾ ഉജ്ജ്വലമായൊരു വിജയം UDF നൽകിയിട്ട് 10 ദിവസം പിന്നിട്ടു. ഒരു മുഖ്യമന്ത്രിയെ ആരാണ് എന്ന് പറയാൻ കഴിയാത്തത് ജനങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകരിലും വലിയ നിരാശയുണ്ട്. തീർച്ചയായും ഹൈക്കമാൻഡ് അതിന്റെ അന്തിമ പ്രോസസ്സിംഗിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങളുടെ വികാരം അറിയാവുന്ന ഹൈക്കമാൻഡ് ആ രീതിയിൽ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്ന് തന്നെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെപ്പോലെ. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നുള്ള വികാരമാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഉള്ളത്. എങ്ങനെയാണ് ജില്ലയിൽ നിന്നുള്ള അല്ല, ജനങ്ങളുടെ വികാരം എന്താണ് എന്നുള്ളത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. AICC ആണ് തീരുമാനം എടുക്കേണ്ടത്. ഹൈക്കമാൻഡ് അത് മനസ്സിലാക്കി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. മറ്റൊരു തീരുമാനം വന്നാൽ കണ്ടല്ലോ, എന്തായാലും എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റല്ലേ. ജനങ്ങളുടെ വികാരം അനുസരിച്ച് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇനി ഞാനിവിടെ വി ഡി സതീശൻ്റെ ഒരു ബൈറ്റ് വെച്ച് തരാം. വേറൊന്നുമല്ല, മുസ്ലിം ലീഗിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതാണ്. കാരണം അതാണ് UDFും മുസ്ലിം ലീഗും തമ്മിലുള്ളൊരു സൗഹാർദ്ദം. നമ്മൾ കേരളത്തിൽ അത്രയും ബോണ്ടിങ് ആണുള്ളത്. ഇപ്പം തന്നെ UDFന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനെ കൊണ്ട് മുസ്ലിം ലീഗ് നടത്തിയ ആ ഒരു സപ്പോർട്ട് മുസ്ലിം ലീഗ് കൊടുത്ത് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന്, ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സന്ദീപ് വാര്യരുടെ സ്ഥലത്ത് ചെന്നിട്ട് സന്ദീപ് വാര്യരിന് വോട്ട് നേടാനെ കൊണ്ട്, വോട്ട് പിടിക്കാനെ കൊണ്ട് കൊടുത്ത സപ്പോർട്ടൊക്കെ വലുതാണ്. അതുപോലും കാണാതെയാണ് പല MLAമാരും ഈ പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിനെതിരെ പോലും സംസാരിച്ചത്. കുഴനാടനൊക്കെ സംസാരിച്ച് നമ്മൾ കണ്ടതാണല്ലോ. എന്നിട്ടും ഈ പറഞ്ഞിട്ടുള്ള കടന്ന് മെഴുകുന്ന നമ്മൾ കണ്ടതാണല്ലോ. അപ്പം ഈ ഒരു വിജയത്തിൽ മുസ്ലിം ലീഗിനും ഒരു പങ്കുണ്ട്, ഇല്ലെന്നല്ല, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വി ഡി സതീശൻ മുസ്ലിം ലീഗിനെ പറ്റിയിട്ട് പറയുന്ന ആ ഒരു ഇതിനോട് വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടുപോകേ. ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം അറിയാത്തവരാ. ഇവർ ലീഗിന്റെ പുറകെ നടന്നു കുറേ നാൾ, ഇല്ലേ? ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, ലീഗ് മതേതര പാർട്ടിയാണെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഒരു ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വയനാട് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു UDFിൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFിൽ പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്ന് പറഞ്ഞു.
ക്ലിയറായി. അന്ന് മുതൽ ഈ മതേതര പാർട്ടിയും ജനാധിപത്യ പാർട്ടിയൊക്കെ മാറിയിട്ട് വർഗീയ പാർട്ടിയായി മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ അറ്റാക്ക് ചെയ്യുകയാണ്. മനസ്സിലായ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായി, ഇല്ലാതായി എന്ന് വെച്ചു, ദുർബലമായെന്ന് വിചാരിച്ചു. ആ സ്പേസ് ആരും കൊണ്ടുപോകും? ആ സ്പേസ് ആരും കൊണ്ടുപോകും? ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടാണ് എൻ്റെ ചോദ്യം. ആ സ്പേസ് തീവ്രപക്ഷ നിലപാടുകളുള്ള ആളുകൾ കൊണ്ടുപോകും. അതുകൊണ്ട് കേരളം പിന്നെ ഉണ്ടാവില്ല. ഉണ്ടാവോ? ഞാൻ ലീഗിൻ്റെ സാന്നിധ്യവും ലീഗിൻ്റെ ശക്തിയും ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മൾ എപ്പോഴും കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാവണം. ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം ഇന്ത്യ മുഴുവൻ കലാപം നടക്കുമ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങളെടുത്ത സ്റ്റാൻഡ് എന്താ? അപ്പോൾ ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗ് വിട്ടുപോയ ഒരു കക്ഷി തോളത്ത് വെച്ചിട്ടാണ് ഈ CPM നമ്മളോട് സംസാരിക്കുന്നത്. ഏത്? ബാബറി മസ്ജിദ് തകർന്ന കാലത്ത് ലീഗ് തീവ്രമായ നിലപാടെടുത്തില്ല എന്ന് പരാതി പറഞ്ഞ് ലീഗ് സ്പ്ലിറ്റ് ഒന്നും ഉണ്ടായില്ല, കുറച്ചു പേര് പോയിട്ടുണ്ടാക്കിയ ഒരു പാർട്ടി ഇവരുടെ തോളത്തിരിക്കുകയാണ്. കണ്ടല്ലോ, ഇതാണ് UDFും അതുപോലെ ലീഗും തമ്മിലുള്ളൊരു ബോണ്ടിങ്. ഈ ബോണ്ടിങ്ങിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ 102 സീറ്റ്. അതാദ്യം മനസ്സിലാക്കുക. ഇനി ഞാനിവിടെ KCയുടെ ഒരു വീഡിയോ വെച്ച് തരാം. KC ഇത് ഓടി നടന്ന എല്ലാ ചാനലുകളിലും പറഞ്ഞേക്കുന്ന ഒരു ഡയലോഗ്, എനിക്ക് കസേര വേണ്ട, ഞാനങ്ങ് മാറി തന്നേക്കാം, എന്നെ അങ്ങ് മൈനസ് ചെയ്തോളൂ. ഈ ഒരു ഡയലോഗാണ്. അതാണ് പുള്ളിക്ക് ഇപ്പം തിരിച്ചടിയായിട്ട് വന്നേക്കുന്നത്. കാരണം ഒരു നിലപാടില്ലാത്തൊരു വ്യക്തി എന്നാണ് ഇതിലൂടെ തന്നെ മനസ്സിലാവുന്നതും എല്ലാ ആളുകളും പുള്ളിയിട്ട് ട്രോളുന്നതും. ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്ന് കേട്ടു നോക്കുക. KC പറയുന്നത് ഇവിടെ വെച്ച് തരാം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയോടാണോ സംസാരിക്കുന്നത്? ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല, അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളോട് മാതൃഭൂമി ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ബുദ്ധിയുള്ള മാധ്യമ പ്രവർത്തകർ പല രീതിയിലാണ് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതെനിക്കറിയാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയാം. ഞാൻ അതിൽ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാര അജണ്ട ഈ തെരഞ്ഞെടുപ്പിലില്ല. വ്യക്തിപരമായ അധികാര സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടല്ലോ വളരെ സജീവമായിട്ട്. ഞാൻ ആലപ്പുഴ MP അല്ലേ. ഞാൻ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ദിവസമായി ഞാൻ ആലപ്പുഴയിൽ റോള് നാഷണൽ പൊളിറ്റിക്സിലാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള റോളുമാണ്. അപ്പോൾ അങ്ങനെ അത് സ്വാഭാവികമായിട്ടും സുനിശ്ചിതമായിട്ടുള്ള ഒരു റോളാണ്. അപ്പോൾ ഒരു റോൾ ചേഞ്ച് ഇപ്പോൾ KCയുടെ ജീവിതത്തിലെ ആ ഘട്ടം എപ്പോഴാണെന്ന് അറിയാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റോളായിട്ടായിരിക്കും ഇപ്പം ഇതൊക്കെ തോന്നി. ഞാൻ കേരളത്തിലും ഉണ്ട്, ഡൽഹിയിലും ഉണ്ട്. കേരളത്തിൽ ഞാൻ മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കേരളത്തിന് KCയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലോ? ഇത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. ഞാൻ പറഞ്ഞു, പാർട്ടിയും ജനങ്ങളുമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പരമപ്രധാനം. നമുക്ക് വ്യക്തിപരമായ അധികാരങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുകൊണ്ട് നടക്കില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കാര്യവുമില്ല. അതുകൊണ്ട് അത്തരം അജണ്ടകളെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്ഥാനങ്ങളിലാണെന്ന് പാർട്ടി എന്നെ ഇരുത്തിയിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല, അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളോട് അങ്ങനെ ഒരു ആഗ്രഹവും വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ദിവസം ഈ റിസൾട്ട് വന്നിട്ട് 10 ദിവസമായി, ഒരാഴ്ച കഴിഞ്ഞ്. എന്നിട്ടാണ് ഇത്രയും ദിവസം ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് VD സതീശനുമായിട്ട് പിടിവലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണല്ലേ, ഓന്ത് നിറം മാറുന്ന പോലെയുള്ള മാറ്റമാണ് ഇവിടെ കാണുന്നത്. അപ്പം ഓന്ത് പോലും ഇങ്ങനെ മാറത്തില്ല. ഇനി ഞാനിവിടെ ഉമ്മൻചാണ്ടിയുടെ നേതാവ്, ഇതൊക്കെയാണ് നേതാവ്. ഉമ്മൻചാണ്ടിയുടെ ഒരു ബൈറ്റ് ഞാനിവിടെ വെച്ച് തരാം, വീഡിയോ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. സ്ഥാനമാനത്തെ പറ്റിയിട്ട് ഉമ്മൻചാണ്ടി സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതാണ് നേതാവ്, ഇതാണ് നേതാവ്. ജനങ്ങൾ വെറുത്തിട്ട് എനിക്ക് എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്താ പ്രയോജനം? ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, സഹപ്രവർത്തകരെന്നെ കരുതുന്നെങ്കിൽ എനിക്ക് ഒരു പോസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അപ്പം എൻ്റെ ലക്ഷ്യം മുഴുവൻ അതാ. ഒരു പോസ്റ്റ് എന്നുള്ളതല്ല, ഒരു സ്ഥാനം എന്നുള്ളതല്ല. ഈ 4 പതിറ്റാണ്ട് കാലത്തെ ഒരു അലച്ചിൽ എനിക്ക് തോന്നുന്നു. ഇത്രത്തോളം അലയുന്ന ഇപ്പം ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊരു കാരിക്കേച്ചർ വരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും എ ലീഡർ ഓൺ ദ മൂവാണ്. താങ്കളുടെ കാലുകളിൽ ടയറുണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഞാൻ വളരെ ചെറുപ്പം മുതലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ പൊതുപ്രവർത്തന രംഗത്ത് വന്നു. ബാലജന സഖ്യം, പിന്നെ KSU, യൂത്ത് കോൺഗ്രസ്. അപ്പം ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഇതിലങ്ങ് അലിഞ്ഞു ചേർന്നു. അതായത് യാത്രയിലും
ആളുകളുമായിട്ടുള്ള ഏറ്റവും അടുപ്പവും. എനിക്ക് ഉള്ള ഒരു സവിശേഷത അതാ. ഞാൻ വലിയൊരു പ്രാസംഗികനോ വലിയൊരു ചിന്തകനോ വലിയ വായനയൊക്കെ നടത്തി കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ഒരു നാട്യമില്ല താങ്കൾ. അല്ല, നാട്യമില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആളല്ല ഞാൻ. എനിക്കുള്ള ഒരു അനുകൂല ഘടകമെന്ന് പറഞ്ഞാൽ എനിക്കുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ആളുകളെ കാണണം, അവരുമായി ബന്ധപ്പെടണം, അവരുടെ അഭിപ്രായങ്ങൾ അറിയണം. എൻ്റെ അറിവിൻ്റെ സ്രോതസ്സെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചൊന്നുമല്ല. എനിക്ക് ഒരുപക്ഷെ ആൾക്കാർ പറയാറുണ്ട് അതുകൊണ്ട് ഗഹനമായിട്ടുള്ളൊരു വീക്ഷണം അല്ലെങ്കിൽ ഒരു ചിന്ത, തീക്ഷ്ണമായിട്ടുള്ളൊരു വിശകലനം ഉമ്മൻചാണ്ടിക്ക് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുന്നു. അല്ല, എനിക്ക് ആ ഒരു കുറവ് കാണാം. കാരണം എനിക്ക് അധികം പുസ്തകങ്ങൾ വായിക്കാനോ വളരെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി സമയമെടുക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ എനിക്ക് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ എനിക്ക് വളരെയേറെ അനുഭവ സമ്പത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ എനിക്ക് വരുന്ന കത്തുകളെല്ലാം ഞാൻ വായിക്കും. ആ കത്തുകളിലൊക്കെ വളരെയേറെ വെറും സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ആളുകളുടെ സമ്പർക്കവും ഈ എനിക്ക് വരുന്ന കത്തുകളുടെ വായിച്ചുമൊക്കെ ഉള്ള ആ ഒരു അനുഭവ സമ്പത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളതാണ്. താങ്കൾക്ക് ഒരിക്കലും മഹാനായ ഉമ്മൻചാണ്ടി പറഞ്ഞേക്കുന്നത് കറക്റ്റ് കാര്യമല്ല. ഇതൊക്കെയല്ലേ നേതാവ്? നമ്മൾ ജനങ്ങളുടെ വെറുപ്പ് കിട്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കസേര പിടിച്ചു വാങ്ങിച്ചിട്ട് അവിടെ കയറി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ജനങ്ങളെ വെറുപ്പ് നേടിയിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാൻ പോകുന്നില്ല. താഴോട്ട് പോകുന്നതല്ലാതെ മേലോട്ട് പോകത്തില്ല. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ജനങ്ങളെ വെറുപ്പ് നേടിയിട്ട് ഏതെങ്കിലും ഒരു കസേരയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ എത്ര നാളിരിക്കും? അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ ജനങ്ങൾ തന്നെ വലിച്ചെടുത്ത് വെളിയിൽ കളയത്തില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ദിവസം നമുക്ക് കാണാം.